നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കൈരളിയും ദേശാഭിമാനിയും പോരാഞ്ഞ് ഇനിയിതാ CPM-ന് ഒരു യൂട്യൂബ് ചാനലും. ഡിജിറ്റൽ മീഡിയയുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തണം, ചൂഷണം ചെയ്യണമെന്ന പാർട്ടി തലത്തിലുള്ള തീരുമാനത്തെ തുടർന്നാണ് ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ CPM-നായി സൃഷ്ടിക്കപ്പെടുന്നത്. കൈരളിയും ദേശാഭിമാനിയും നേരത്തെ തന്നെയുണ്ട്. അതിൽ ദേശാഭിമാനി പൂർണ്ണമായും പാർട്ടി മുഖപത്രമാണ്, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. കൈരളി ചാനൽ പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതല്ല എന്നാണ് സാങ്കേതികമായി ഇവർ പറയുന്നത്. കാരണം കൈരളി ജനങ്ങളിൽ നിന്നും ഷെയർ പിരിച്ചുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അത് CPM-ൻ്റെ ചാനൽ തന്നെയാണ്. എന്നാൽ അതൊന്നും പറയാന് ഇപ്പോൾ ഇതാ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അടുത്തയാഴ്ചയോ മറ്റോ ആ യൂട്യൂബ് ചാനൽ ഔദ്യോഗികമായി പുറത്തിറങ്ങും, അല്ലെങ്കിൽ പ്രക്ഷേപണം തുടങ്ങുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോൺ ബ്രിട്ടാസ് തന്നെയാണ് ആ യൂട്യൂബ് ചാനലിനെ നയിക്കുക. വിവിധ ഡിജിറ്റൽ മീഡിയകളിൽ ജോലി ചെയ്യുന്ന, ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്ന കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെയാണ് ഡിജിറ്റൽ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് CPM കൊണ്ടുവരുന്നത്. കൈരളിയിൽ നിന്നോ ദേശാഭിമാനിയിൽ നിന്നോ ആളുകളെ വേണ്ടെന്നും പുറത്തുനിന്ന് കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കാമെന്നുമാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറമേയുള്ള പുതിയ ഓൺലൈൻ ഡിജിറ്റൽ ചാനലുകളിൽ ജോലി ചെയ്യുന്ന പ്രഗത്ഭരെ CPM-ൻ്റെ ഈ പുതിയ ചാനലിലേക്ക് കൊണ്ടുവരാനാണ് അത്രേ ആലോചിക്കുന്നത്. കാരണം ഡിജിറ്റൽ മീഡിയയിൽ പാർട്ടിക്ക് ഇപ്പോൾ പറയത്തക്ക സ്വാധീനമില്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടി നേതൃത്വത്തിനുണ്ട്. ചാനലിൽ കൈരളി ഉണ്ടെങ്കിലും പത്രം ദേശാഭിമാനി ഉണ്ടെങ്കിലും ഇപ്പോൾ ചാനലും പത്രമൊക്കെ കാണുന്നവർ കുറവാണത്രേ. പ്രത്യേകിച്ച് യുവതലമുറ, ഒരു 25 വയസ്സിനും 20 വയസ്സിനൊക്കെ ഇടയ്ക്കുള്ളവർ, അല്ലെങ്കിൽ 20 വയസ്സിനും 30 വയസ്സിനുമൊക്കെ ഇടയ്ക്കുള്ളവർ കൂടുതലും ആശ്രയിക്കുന്നത് ഡിജിറ്റൽ മാധ്യമങ്ങളെയാണ്. കാരണം തങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന കാര്യങ്ങളാണ് അവർ പെട്ടെന്ന് അറിയുക. യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ സ്മാർട്ട് ഫോൺ നോക്കിയാൽ അപ്പോഴുള്ള വാർത്തകൾ അറിയാം. പിന്നെ വീഡിയോകൾ കാണാൻ പറ്റും, പോഡ്കാസ്റ്റ് കാർഡുകൾ കാണാൻ പറ്റും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് പലരും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിനെയാണ് വിവരശേഖരണത്തിനായി, വിവരങ്ങൾ അറിയാനായി ആശ്രയിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചാനലും പത്രത്തിനുമെല്ലാം അതിൻ്റേതായ പരിമിതികളുണ്ടെന്ന് CPM മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പരിമിതികളില്ലാത്ത ഡിജിറ്റൽ ലോകത്തിലേക്ക്, പരിമിതികൾ ഇല്ലാത്ത ഓൺലൈൻ ലോകത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇതാ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തങ്ങൾ കൊണ്ടുവരികയാണ്, സൃഷ്ടിക്കുകയാണെന്നാണ് CPM പറയുന്നത്. പല യൂട്യൂബ് ചാനലുകളിലും പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ പാർട്ടിക്കെതിരെ നിരന്തരമായ ആക്രമണം നടക്കുന്നു. അത് തടയാൻ നമ്മളുടെ കയ്യിൽ എഫക്റ്റീവായിട്ടുള്ള ടൂളുകളൊന്നുമില്ല, എഫക്റ്റീവായിട്ടുള്ള ഉപകരണങ്ങളില്ല. അതുകൊണ്ട് പാർട്ടിക്കൊരു യൂട്യൂബ് ചാനൽ വേണമെന്ന് നേരത്തെ തന്നെ തീരുമാനമുണ്ടായി. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും അതിനുള്ള സാധ്യതകൾ വളരെയേറെ വർദ്ധിച്ചു വരികയായിരുന്നു. കാരണം ഇപ്പോൾ സംസ്ഥാനത്തുള്ള 7000-ഓളം ഓൺലൈൻ ചാനലുകൾ, അതിൽ ഏതാണ്ട് ഒരു 70% ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് BJP അനുകൂലിക്കുന്നു, കുറച്ച് കോൺഗ്രസിനെ അനുകൂലിക്കുന്നു. എന്നാൽ ഇവരെല്ലാവരും ഒരു നിഷ്പക്ഷതയുടെ മുഖം എടുത്തണിഞ്ഞ് ചില സമയങ്ങളിൽ CPM-നെ വ്യാപകമായി കടന്നാക്രമിക്കും. അതുകൊണ്ട് തീർച്ചയായും 100% പാർട്ടി യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു ചാനൽ വേണം. ഇത് മാത്രമേ ഇവർക്കൊക്കെ മറുപടി കൊടുക്കാൻ കഴിയുകയുള്ളൂ. സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസിനും BJP-ക്കും വലിയ സ്വാധീനമുണ്ടെന്നും അതുകൊണ്ട് അവയെ ഇല്ലാതാക്കാൻ ഈ യൂട്യൂബ് ചാനൽ അനിവാര്യമാണെന്നുമാണ് CPM കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പല യൂട്യൂബ് ചാനലുകളിൽ നിന്നും പല ഓൺലൈൻ ചാനലുകളിൽ നിന്നും കൊണ്ടുവരുന്ന പ്രഗത്ഭരെ അണിനിരത്തിക്കൊണ്ട് പുതിയൊരു യൂട്യൂബ് ചാനൽ CPM ഉദ്ഘാടനം ചെയ്യുകയാണ്. കൈരളിയെ നയിച്ച പോലെ ജോൺ ബ്രിട്ടാസ് ആ ചാനലിനെയും നയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെന്ന് CPM പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ CPM-ൻ്റെ യൂട്യൂബ് ചാനൽ പൂർവാധികം ശക്തിയോടെ, എന്ന് വെച്ചാൽ നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ അവർക്കുണ്ടായിരുന്നു, അതിനെ തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തി എല്ലായിടത്തും എത്തിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് അത്രേ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ആസൂത്രണം ചെയ്യുന്നത്. ഏതായാലും CPM-ൻ്റെ പുതിയ യൂട്യൂബ് ചാനലിന് എല്ലാ ആശംസകളും.